കൊല്ലം ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മാണം എന്ന് പൂർത്തിയാകുമെന്ന ആശങ്കയിലാണ് ഇരവിപുരം പ്രദേശവാസികൾ. 2019 നിർമ്മാണം ആരംഭിച്ച പാലം 5 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഇരവിപുരം റെയിൽവേ മേൽപ്പാലം നിർമ്മാണം 5 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. നാടിന്റെ പ്രതീക്ഷയും സ്വപ്നവുമായ പാലത്തിന്റെ നിർമ്മാണം എന്നു തീരുമെന്ന് അറിയാതെ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. 2019 മാർച്ച് 8 നിർമ്മാണം ആരംഭിച്ച പാലം 2022 ഡിസംബർ 31 പൂർത്തിയാക്കുമെന്നായിരുന്നു നൽകിയ വാഗ്ദാനം. സംസ്ഥാന സർക്കാരും റെയിൽവേയും പരസ്പരം പഴിചാരി ഒടുവിൽ പാലം തൂണുകളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ പ്രദേശത്തെ വ്യാപാര മേഖല ആകെ തകർന്നു. ജനങ്ങളുടെ യാത്രയാണ് ഏറെ ദുഷ്കരം. പള്ളിമുക്ക് ഇരവിപുരം റോഡിന്റെ ഗതാഗതം മുടങ്ങിയിട്ട് 4.5 വർഷത്തോളമാകുന്നു. കേവലം 200 മീറ്റർ കടക്കാൻ 3 കിലോമീറ്റർ ചുറ്റിയാണ് പാളത്തിന് ഇരുവശത്തുമുള്ളവർ സഞ്ചരിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന വേഗം പിന്നീട് സാവധാനത്തിലായി. മാസങ്ങളോളം മുടങ്ങിക്കിടന്ന അവസ്ഥയുമുണ്ടായി. അതിനിടെ നാട്ടിൽ കോവിഡ് വ്യാപിച്ചത് നിർമ്മാണത്തിന് തടസ്സം പറയാൻ ഒരു കാരണവുമായി മാറി. റെയിൽവേ പാളത്തിന് മുകളിലൂടെ നിർമ്മാണം നടത്തേണ്ടത് റെയിൽവേയാണ്. അതിന് റെയിൽവേ അനുവദിക്കുന്നില്ലെന്ന പരാതിയായിരുന്നു ഏറെ നാൾ തടസ്സമായി പറഞ്ഞത്. ഒടുവിൽ 2 മാസം മുൻപ് റെയിൽവേ പാളത്തിനോട് ചേർന്ന് കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിക്കുന്ന ജോലികൾ റെയിൽവേ ആരംഭിച്ചു. നിർമ്മാണം പൂർത്തിയായ ഈ തൂണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇരുമ്പ് ബീമുകൾ തൂണുകളിൽ സ്ഥാപിക്കുന്നതോടെ റെയിൽവേയുടെ ജോലികൾ ഏകദേശം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. അവശേഷിക്കുന്നത് പള്ളിമുക്ക് റോഡിലേക്കും ഇരവിപുരം റോഡിലേക്കുമുള്ള പാലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണമാണ്. ഇവിടെ പാലത്തിന്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ തടസ്സവാദങ്ങൾ മുന്നോട്ട് വെച്ച് പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിക്കരുതെന്നാണ് ജനങ്ങളുടെ അപേക്ഷ. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കിയാൽ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതം തീരും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.